ഹലോ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വളരെയധികം പ്രധാനമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താളിയോല ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടത് പ്രകാരം തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞാൽ ആ സാധനം കണ്ണുമടച്ച് വാങ്ങുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രായം കൂടുന്തോറും അറിവ് കൂടും, അല്ലെങ്കിൽ പഴക്കം കൂടുന്തോറും ക്വാളിറ്റി കൂടും എന്ന ലോജിക്കാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. പണ്ടൊക്കെ അറിവ് നേടാൻ ഏതെങ്കിലും ഒരാളെ ഗുരുവായി സ്വീകരിക്കുകയും പിന്നെ കുറച്ച് ജീവിതാനുഭവങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. വിരൽ തുമ്പുകളിലൂടെയാണല്ലോ നമ്മൾ അറിവ് സ്വായത്തമാക്കുന്നത്. ഒരു മുതിർന്ന ആളിന് അറിയുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ ഒരു കുട്ടിക്കറിയുന്ന കാലമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആളുകൾ അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചതാണ് അന്നത്തെ പല ഔഷധങ്ങളും, അല്ലെങ്കിൽ അന്നത്തെ പല ചികിത്സാ രീതിയും. എന്നാൽ കാലം മാറിയില്ലേ? ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനും ചികിത്സിക്കാനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും ഇന്ന് സാധിക്കും. പഴയതെല്ലാം മോശമാണെന്നോ ഇന്നെല്ലാം പൂർണ്ണമാണെന്നോ എന്നല്ല പറയുന്നത്. ഇന്ന് പുതിയതിൽ നിന്നും പുതിയതിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പഴമയുടെ മഹത്വം പറയും തോറും നാണം കെട്ട് ഇളിഭ്യരായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പണ്ടുള്ളവർ ഭയങ്കര ആരോഗ്യവും ആയുസ്സുമുള്ളവരായിരുന്നു. 100ന് മുകളിലായിരുന്നു എല്ലാവരുടെയും ആയുസ് എന്നൊക്കെ നമ്മൾ വീമ്പിളക്കാറുണ്ട്. തിരുവിതാംകൂറിൽ നടന്ന ആദ്യ സെൻസസ് പ്രകാരം ശരാശരി ആയുർദൈർഘ്യം സ്ത്രീക്ക് 27 വയസ്സും പുരുഷന് 25 വയസ്സുമായിരുന്നു. എന്നാൽ ഇന്നത് 70 വയസ്സിന് മുകളിലാണെന്ന് ഓർക്കണം. പണ്ടുള്ളവർക്ക് യാതൊരു അസുഖവും വരാറില്ലായിരുന്നു. അവർ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ക്ഷയം എന്നീ രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞവരായിരുന്നു പഴമക്കാർ. വസൂരിയെ പോലുള്ള രോഗങ്ങൾ വന്നാൽ ജീവനോടെ അവരുടെ കുടിലടക്കം കത്തിച്ച് കളയുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ചെവി പഴുപ്പ്, അതുപോലെ മൂക്കൊലിപ്പ്, ഈര്, പേന്, ചിരങ്ങ്, ചൊറി എന്നിവ ഇല്ലാത്ത കുട്ടികൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പണ്ടുള്ള ആളുകൾക്ക് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് രോഗം എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ബോധമുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പണ്ടൊക്കെ ആളുകൾ ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് മരിച്ചാൽ മാടനടിച്ച് ചത്തു എന്നൊക്കെ പറയാനുള്ള അറിവേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് നിസ്സാരമായ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്ഷയരോഗം പിടിപെട്ടാണ് അന്ന് സ്വാതി തിരുനാൾ മഹാരാജാവ് മരണപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. പണ്ട് ഭയങ്കര കൃഷിയായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. ഇന്ന് ഭയങ്കര പട്ടിണിയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് യഥാർത്ഥ അവസ്ഥ? കന്നുകാലികൾ ഉപയോഗിച്ച് നിലം എങ്ങനെയാണ് ഒഴിയേണ്ടതെന്ന് പോലും മലയാളിക്ക് അറിയില്ലായിരുന്നു. അന്ന് നിലം ഒഴിയാന് മനുഷ്യനെ തന്നെയാണ് ഉപയോഗിച്ചത്. ഒട്ടും തന്നെ ഉൽപാദനശേഷിയില്ലാത്ത വിത്തുകൾ കൃഷിക്ക് ഉപയോഗിച്ചത് കാരണം അന്ന് കൃഷിയുടെ വിളവ് വളരെ മോശമായിരുന്നു. ചുരുക്കത്തിൽ അരിഭക്ഷണം ഒരു ആർഭാടമായി കണ്ട് വിശേഷാവസരങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ മലയാളികൾ. അതിൻ്റെ ഓർമ്മയിലാണ് ഇന്നും ഓണം, വിഷു തുടങ്ങിയ ആഘോഷവേളകളിൽ നമ്മൾ സദ്യ ഉണ്ടാക്കി വിളമ്പുന്നത്. 1900 കാലഘട്ടങ്ങളിൽ പോലും തിരുവിതാംകൂറിലേക്ക് ബർമയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തോടെ തിരുവിതാംകൂറിലേക്ക് ബർമയിൽ നിന്നുള്ള അരി ഇറക്കുമതി ഇല്ലാതെയായി. ഇതോടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടി കപ്പയെ ആശ്രയിക്കേണ്ടി വന്നു. വിശാഖം തിരുനാളാണ് ശ്രീലങ്കയിൽ നിന്ന് ആദ്യമായിട്ട്
കപ്പ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവന്നത്. യുദ്ധങ്ങളില്ലാത്ത, എല്ലാവർക്കും ആരോഗ്യം, ഭക്ഷണം, സംരക്ഷണം, നല്ല പാർപ്പിടങ്ങൾ, ഇതൊക്കെയുള്ള ഈ കാലഘട്ടം അത്ര പോരാ എന്നാണോ നമ്മൾ കരുതേണ്ടത്? യുദ്ധങ്ങളും ആക്രമണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ, രോഗവും ഭക്ഷ്യക്ഷാമവും കൊണ്ട് സഹികെട്ട ആ കാലഘട്ടം സമ്പൽ സമൃദ്ധമായിരുന്നു, വളരെ മനോഹരമായിരുന്നു എന്ന് കരുതുന്നവരോട് കൂടുതലൊന്നും പറയാനേ ഇല്ല. നന്ദി, നമസ്കാരം.